നമസ്കാരം. അതോട്ടാ അങ്ങോട്ടേ രണ്ടു പീടി നിർത്താം. അപ്പൂട്ടം വിചാരിച്ച് കാണാൻ ഞാൻ വരില്ല. നമ്മൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ഏറ്റുമുട്ടുമെങ്കിലും നീ ക്ഷണിച്ചത് കൊണ്ട് ഞാൻ വന്നു. എങ്ങനെയുണ്ട് അച്ഛൻ ആശുപത്രിയൊക്കെ? എന്തിനാ അപ്പൂട്ട ഈ പാഴ്ചലവൊക്കെ? ഇതൊക്കെ ആരെ കാണിക്കാനാ? പിന്നെ നിന്റെ കാരണവന്മാർ ഇഷ്ടം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. എന്റെ കാരണവന്മാര് കുറെ സ്വത്തുണ്ടാക്കി വെച്ചപ്പോ നമ്പ്യാരുടെ കാരണവന്മാര് കുറെ ചീത്തപ്പേരുണ്ടാക്കി വെച്ചു. ജാതകഫലമാണ്. നമസ്കാരം. നീ കൊച്ചിനൊന്ന് പിടി, ഞാൻ അപ്പൂട്ടന്റെ ഒരു ഫോട്ടോ എടുക്കട്ടെ. പക്ഷേ നീയോ അപ്പൂട്ടനെ സ്വപ്നം കണ്ട് നടന്നല്ലേ? ചന്ദ്രിക, അടുത്ത പ്രസവം അപ്പൂട്ടന്റെ ആശുപത്രി വെച്ചാകാം. ഇപ്പഴേ ബുക്ക് ചെയ്തേക്കാം. നീ ഇവിടെ തന്നെ നിന്നാ മതിയോ? അകത്തെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? അതൊന്നും ഓർത്ത് രാവുണ്ണിയേട്ട വിഷമിക്കണ്ട. ഡോക്ടർ അമ്പിളിക്ക് അകത്തിരിക്കാനുള്ള കസേര വരെ റെഡിയാ. രാവുണ്ണി ആളാകെ മാറിയിരിക്കുന്നു. കാശ ചെമ്മാടിക്ക് ഒരു കാലം ഉണ്ടെന്ന് പറയുന്നത് വെറുതെ അല്ല. കുടിക്കാനുള്ളത് തികയുമല്ലോ. ഓ, ഇന്നത്തെ ചെലവിനുള്ളത് ബാഗിലുണ്ടല്ലോ. ഉണ്ട്. MLA എത്തി. നമസ്കാരം. നമസ്കാരം. വന്നാട്ടെ വന്നാട്ടെ വന്നാട്ടെ. അങ്ങോട്ട് ഇരുന്നാട്ടെ, അങ്ങോട്ട് ഇരുന്നാട്ടെ. ഒന്ന് മാറണേ. വലിയ ആർഭാടവും ചടങ്ങുമൊന്നും ആശുപത്രി ഉദ്ഘാടനത്തിന് ഉദ്ദേശിച്ചിട്ടില്ല. എങ്കിലും ആമുഖമായിട്ട് ഞാൻ രണ്ടു വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. താമരക്കുളത്തുകാർക്കിനി വട്ടക്കുഴി ആശുപത്രിയിലേക്ക് പോകേണ്ട കാര്യമില്ല. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ, അത് ഞാൻ ഉറപ്പു തരുന്നു. പിന്നെ പറയുമ്പോ എല്ലാം പറയണമല്ലോ. അമ്പിളിയെ പഠിപ്പിച്ച് ഡോക്ടറാക്കാൻ എനിക്ക് നാളിതുവരെ 2,82,112 രൂപ ചെലവായിട്ടുണ്ട്. ആശുപത്രി മോടി പിടിപ്പിക്കാനും ഉപകരണങ്ങൾ വാങ്ങുവാനുമായി 1,23,317 രൂപയും ചെലവായി. എല്ലാം ഞാൻ കുറിച്ചിട്ടിട്ടുണ്ട്. അമ്പിളി തിരിച്ചു തരണമെന്നല്ല, അതിന്റെ ആവശ്യമില്ല. എന്നാലും എല്ലാത്തിനും ഒരു കണക്ക് വേണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. സമയം ഉദ്ഘാടനത്തിന് ശേഷം ബഹുമാനപ്പെട്ട MLA-ക്ക് ഉടനടി തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോകാനുള്ളതുകൊണ്ട് ഞാൻ കണക്ക് വിവരങ്ങൾ നീട്ടുന്നില്ല. ഈ ആശുപത്രിയുടെ ഉദ്ഘാടനത്തിനായി ബഹുമാനപ്പെട്ട MLA ശിവകുമാർ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, വീണ്ടും ഒരു ഇലക്ഷനിലൂടെ MLA ആയി തിരിച്ചു വരാൻ കഴിഞ്ഞ എനിക്ക് 5 വർഷം മുമ്പ് അമ്പിളിക്ക് നൽകിയ സ്വീകരണ യോഗത്തിലെ എന്റെ പ്രസംഗത്തിന്റെ ശുഭകരമായ അനന്തരഫലത്തിന് നാന്ദി കുറിക്കുന്ന ഈ യോഗത്തിലും പങ്കെടുക്കാൻ കഴിഞ്ഞത് ഭാഗ്യം തന്നെ. അമ്പിളിയെ ഡോക്ടറാക്കി മാറ്റുക മാത്രമല്ല, അവരുടെ സേവനം നാടിന് തന്നെ ലഭിക്കുവാൻ സ്വന്തം ചെലവിൽ ഒരു സ്ഥാപനം കൂടി നിർമ്മിച്ചു നൽകുന്ന അപ്പൂട്ടൻ താമരക്കുളത്തുകാരുടെ മഹാഭാഗ്യമാണ്, സംശയമില്ല. ഡോക്ടർ അമ്പിളിയുടെ ജ്ഞാനവും കർമ്മശേഷിയും അപ്പൂട്ടന്റെ ഉദാരമനസ്കതയും ശക്തിയും ഒത്തുചേർന്നാൽ ഭാവിയിൽ ഈ സ്ഥാപനം ഒരു പുണ്യാശ്രമം തന്നെ ആയിരിക്കും. ചായ കുടിച്ചിട്ട് ഒന്നും ശരി, വളരെ സന്തോഷം. അല്പന ആളാകുന്ന കാണാൻ നിൽക്കണം. എത്ര നാളത്തേക്കാ നമ്പ്യാരെ? എന്തോ കാണാൻ നിൽക്കുക? വീട്ടിൽ പോടാ പിള്ളേരെ. ഈ രാവണി എന്തിനാ അച്ഛൻ നമ്പ്യാരുടെ കൂടെ കൂടിയിരിക്കുന്നത്? ഇതിലെന്തോ ഒത്തുകളിയില്ലേ? നമ്പ്യാരുടെ വേലത്തരങ്ങൾക്കൊക്കെ പറ്റിയ ആളാണല്ലോ രാവണി. ഐശ്വര്യമായിട്ട് കസേരയിലേക്ക് ഇരുന്നാട്ടെ ഡോക്ടറെ. ഇരിക്കുന്നു. ആശുപത്രിയും പരിസരമൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ. എല്ലാം അമ്പിളി പറഞ്ഞ പോലെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇനി എന്താവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി. നേഴ്സുമാർ റെഡി. ഗ്രേസി, കത്രീന, കമലാദേവി. നേരിട്ട് പോയി കൂടുതൽ ശമ്പളം ഉറപ്പിച്ച് രേവതി ഹോസ്പിറ്റലിൽ നിന്ന് പൊക്കിയതാ. 3 പേർക്ക് അപാരം മുൻപരിചയം ഉണ്ട് കേട്ടോ. കമ്പൗണ്ടർ രാമൻകുട്ടി റെഡി. ഇതാണ് ഞാൻ പുതിയതായിട്ട് നിയമിച്ചിരിക്കുന്ന കമ്പൗണ്ടർ. നമസ്കാരം. ഇത് നമ്മുടെ ബ്രോക്കർ രാമൻകുട്ടിയല്ലേ? ഇയാളെങ്ങനെ കമ്പൗണ്ടർ ആവും? അതിന് ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് ഒക്കെ വേണം. അതൊക്കെ ഉണ്ടെന്നേ. രാമൻകുട്ടിക്ക് ചെറിയ തോതിൽ ഇഞ്ചക്ഷൻ ചെയ്യാനൊക്കെ അറിയാം, അല്ലടാ? പിന്നെ ബ്രോക്കർ ആവുന്നതിന് മുമ്പ് 3 മാസം ഞാനൊരു മൃഗ ഡോക്ടറെ കമ്പൗണ്ടറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. എന്തായാലും അത് ശരിയാവില്ല പൂട്ട. ശരിയാവില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ? എന്റെ പണം മുടക്കി ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥാപനത്തിൽ ഞാനൊരു കമ്പൗണ്ടറെ നിയമിച്ചതാ.
മുതല് മുടക്കുന്നവന് ഒരു വിലയില്ലേ? അത്ര നിർബന്ധമാണെങ്കിൽ അറ്റൻഡർ ആയിക്കോട്ടെ. മതി, ധാരാളം മതി. ഈ അറ്റൻഡർ പോസ്റ്റ് കമ്പൗണ്ടർ മുകളിൽ വരുമോ? ഇല്ല, നേഴ്സിന്റെയും കമ്പൗണ്ടറിന്റെയും ഇടയിലായിട്ട് വരും. എന്നാ കുഴപ്പമില്ല. അതൊക്കെ പോട്ടെ, ഉദ്ഘാടനം കഴിഞ്ഞു, ഇനി ചികിത്സ തുടങ്ങണം. അതെ, ഡോക്ടർക്ക് ആദ്യമായി ഒരു രോഗിയെ പരിശോധിക്കണ്ടേ? അതിനൊന്നും രോഗികളാരും വന്നിട്ടില്ലല്ലോ. എങ്കിൽ ആദ്യത്തെ രോഗി ഞാൻ തന്നെ. ആയിക്കോട്ടെ, യാതൊരുവിധ അസുഖമില്ലാത്ത അപ്പുട്ടൻ തന്നെ ആയിക്കോട്ടെ ആദ്യത്തെ രോഗി. എനിക്ക് രോഗമില്ലെന്ന് ആരാടാ പറഞ്ഞത്? ഡോക്ടർ, രാത്രിയാവുമ്പോ നെഞ്ചിനകത്തൊരു എരിച്ചില്, അടിവയറ്റിലൊരു പുകച്ചില്, ശ്വാസകോശത്തിനകത്തൊരു തരം തിരിച്ചില്, ഹൃദയം കിടന്ന ആകെ ഒരു പിടച്ചില്, പിന്നെ തലവരിപ്പ്, തലകറക്കാൻ, കണ്ണിലിരുട്ട് കയറുക, കാതിൽ തേനീച്ച മുളുക, ഉറക്കം തീരെയില്ല ഡോക്ടർ. പേരെന്താ? വി അപ്പുക്കുട്ടൻ, കൊട്ടാരം വീട്ടിൽ, താമരക്കുളം, വയസ്സ് 35. സിസ്റ്റർ, അപ്പൂട്ടൻ ഒരു ടെട്രാസൈക്കിൾ ഇഞ്ചക്ഷൻ കൊണ്ടുപോവാ. ഇത് കണ്ട, അമ്പിളിക്ക് ഞാൻ ആദ്യത്തെ കൊല്ലം വാങ്ങിയ അഡ്യല്, രണ്ടാമത്തെ കൊല്ലം വാങ്ങിയ കാശുമാല, കല്ലു പതിച്ച റിസ്റ്റ് വാച്ച്, രത്നങ്ങൾ പതിച്ച വളകള്, നെക്ലസ്, ഒട്ടിയാനം, കാഞ്ചീപുരം പട്ടുസാരി. കല്യാണത്തിന് കൊടുക്കാനാ. കാഴ്ച ബംഗ്ലാവിൽ സൂക്ഷിക്കണ പോലെ സൂക്ഷിച്ചാ മതിയോ? അവൾ അറിയണ്ടേടാ. അറിയിക്കണം, അതിനുള്ള സമയായി. അവളും അത് കേൾക്കാൻ കാത്തിരിക്കുകയായിരിക്കും. MLA പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചോ? അമ്പിളിയുടെ ജ്ഞാനവും കർമ്മശേഷിയും അപ്പൂട്ടന്റെ ശക്തിയും ഒത്തുചേർന്ന, അതായത് ഞങ്ങൾ ഒന്നുചേർന്ന സ്ഥാപനം പുണ്യാശ്രമമാവുന്നു. അപ്പൊ അമ്പിളിയുടെ മുഖഭാവം നിങ്ങൾ ശ്രദ്ധിച്ചോ? എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. എടാ, മനസ്സിനകത്തിട്ട് ഇങ്ങനെ പുഴുങ്ങാൻ തുടങ്ങിയിട്ട് കൊല്ലം 5 ആയില്ലേ? അവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എങ്ങനെ അറിയും? അത് അവള് പറഞ്ഞു കഴിഞ്ഞില്ലേ, ഞാൻ ദൈവമാണെന്ന്. ദൈവവും കാമുകനും തമ്മിൽ വ്യത്യാസമുണ്ട്. എല്ലാം എല്ലാമാണെന്ന് പറഞ്ഞതോ? അത് സ്വന്തം അച്ഛനെ പോലെയാണെന്ന് സങ്കല്പിച്ച് പറഞ്ഞായിക്കൂടെ? അപ്പൊ അന്ന് നിങ്ങളൊക്കെയല്ലേ പറഞ്ഞത് അവൾക്ക് എന്നോട് സ്നേഹമാണെന്ന്? അതന്ന്. ഇന്നങ്ങനെ ആയിക്കൊള്ളുന്നില്ലല്ലോ. നിങ്ങളൊക്കെ ഹൃദയമില്ലാത്തവരാ. എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയില്ല. അറിയാം, 4 പെഗടിച്ചിരുന്ന നീ ഇപ്പൊ ഫുൾ ബോട്ടിൽ അടിച്ചാലും പൂസാവണില്ല. കപ്പാസിറ്റി കൂടിയിട്ടുണ്ട്. ഇതൊക്കെ തമാശ വേണ്ട, അവൻ സീരിയസാ. മതിയാ കളിച്ചത്. അവൾ അപ്പൂട്ടുന്ന പെണ്ണ. അവൾക്ക് എന്നോട് സ്നേഹമാ. ഉടനെ ഞങ്ങളുടെ കല്യാണമാ. അതിന് നീ ഞങ്ങളോട് രക്ഷപ്പെട്ടിട്ട് എന്താ കാര്യം? അപ്പൂട്ടാ, ബ്രോക്കർ ആയിരുന്നപ്പോ പല സൈസ് പെണ്ണുങ്ങളുമായി ഇടപഴകിയ ആളായതുകൊണ്ട് സ്ത്രീകളുടെ മനഃശാസ്ത്രം എനിക്കറിയാം. അമ്പിളി എന്ന് വെറും അമ്പിളിയല്ല, ഡോക്ടർ അമ്പിളിയാ. പദവിയും സ്ഥാനവും മാറുന്നതനുസരിച്ച് പെണ്ണിന്റെ മനസ്സിനും മാറ്റം വരാം. ശരിയാ, മനഃശാസ്ത്രത്തിൽ അതിനെ എൻകോമാനിയാക്ക എന്ന് പറയും. ഏതക്കനായാലും ശരി, ഇനി ഇതധികം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് നിന്റെ ആഗ്രഹം അമ്പിളിയോട് തുറന്നു പറയണം. നമ്മൾ അതിനെ പിന്താങ്ങുന്നു. എങ്കിൽ നാളെ തന്നെ ഞാനിത് അമ്പിളിയോട് പറഞ്ഞിരിക്കും. ഉറപ്പ്? ഉറപ്പ്.